ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോണിറ്ററി പോളിസിയെക്കുറിച്ചും മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്, അതുപോലെ ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിലെ ക്യാഷ് റിസർവ് റേഷ്യോ ഓർ CRR, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഓർ SLR, ഇത് രണ്ടുമാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റ് രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആയിട്ടുള്ള റിപ്പോയും റിവേഴ്സ് റിപ്പോയും ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലൊന്നാമത്തെന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാഷിന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? സോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ, ഈ ഒരു ഇൻഡിവിജ്വലിന് ക്യാഷിന് ഷോർട്ടേജ് വന്നു. അങ്ങനെ ക്യാഷിന് ഷോർട്ടേജ് വന്നൊരു ടൈമിൽ ഈ ഒരു ഇൻഡിവിജ്വൽ ചെയ്യുന്നത് എന്തായിരിക്കും? നേരെ ബാങ്കിലേക്ക് പോകും. സോ ഒരാൾക്ക് ക്യാഷിന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കും ചെയ്യുന്നത്? നേരെ ബാങ്കിലേക്ക് പോകും. ആൻഡ് ബാങ്ക് എന്ത് ചെയ്യും? ഇയാൾക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഈ ഒരു ലോണിന് ഇയാൾ എന്ത് ചെയ്യണം? ബാങ്കിന് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ആൻഡ് അതുകൂടാതെ ഈ ഒരു ബാങ്ക് ഈ ഒരു ഇൻഡിവിജ്വലിന് ലോൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇൻഡിവിജ്വൽ എന്ത് ചെയ്തിരിക്കണം? ബാങ്കിന് എന്തെങ്കിലും സെക്യൂരിറ്റി കൊടുത്തിരിക്കണം. ആ ഒരു സെക്യൂരിറ്റിയെ പറയുന്ന പേരാണ് കൊളാറ്ററൽ. സോ ഒരു ഇൻഡിവിജ്വലിന് ക്യാഷിൻ്റെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ബാങ്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അയാൾക്ക് ലോൺ കൊടുക്കുന്നത്. ആൻഡ് ആ ലോണിന് പകരം ഈ ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യണം? ബാങ്കിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് അതുകൂടാതെ ഈ ഒരു ലോൺ ഈ ഒരു ഇൻഡിവിജ്വലിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യണം? ഈ ഒരു ഇൻഡിവിജ്വൽ എന്തെങ്കിലും കൊളാറ്ററൽ, അതായത് ഈട് കൊടുക്കണം. ഈട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ? ബാങ്ക് ഈ ഒരു ഇൻഡിവിജ്വലിന് ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇതൊരു ഇൻഡിവിജ്വലിൻ്റെ കേസ്. ഇനി സപ്പോസ് ബാങ്കുകൾക്ക് ഷോർട്ടേജ് വന്നാൽ അവരെന്തായിരിക്കും ചെയ്യുന്നത്? സോ ബാങ്കുകൾക്കും ചില ടൈമിൽ എന്ത് ചെയ്യാറുണ്ട്? ക്യാഷിന് ഷോർട്ടേജ് വരാറുണ്ട്. സോ ബാങ്കുകൾക്കും ചില ടൈമിൽ ഫണ്ടിന് ഷോർട്ടേജ് വരും, അല്ലെങ്കിൽ ക്യാഷിന് ഷോർട്ടേജ് വരാറുണ്ട്. അതിന് നമ്മൾ ലിക്വിഡിറ്റി ക്രൈസിസ് എന്നാണ് പറയുന്നത്. സോ ലിക്വിഡിറ്റി ക്രൈസിസ് എന്നാണ് ഈ ബാങ്കുകളുടെ ക്യാഷിൻ്റെ ഷോർട്ടേജിനെ നമ്മൾ പറയുന്നത്. സോ ലിക്വിഡിറ്റി ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ആ ഒരു ബാങ്കിൻ്റെ ഡെപ്പോസിറ്റേഴ്സിന് പണം തിരിച്ചു കൊടുക്കാൻ അവരുടെ കയ്യിൽ പണം കാണില്ല, അല്ലെങ്കിൽ പുതുതായിട്ട് ലോൺസ് ഈ ഒരു ബാങ്കിന് ഒന്നെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിന്, അതായത് ഡെപ്പോസിറ്റേഴ്സിന് പണം തിരികെ കൊടുക്കാനായിട്ട് ഈ ഒരു ബാങ്കിൻ്റെ കയ്യിൽ കാണില്ല, പുതിയ ലോൺസ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഈ ഒരു ബാങ്കിന് ക്യാഷ് കാണില്ല. അതുപോലെ ഡേ ടു ഡേ എക്സ്പെൻസസ്, ഈ ഒരു ബാങ്കിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിനും ചിലപ്പോൾ എന്ത് കാണില്ല? ബാങ്കിൻ്റെ കയ്യിൽ ഫണ്ട്സ് കാണില്ല. ഇങ്ങനൊരു സിറ്റുവേഷനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. ഇങ്ങനൊരു ബാങ്കിന് ലിക്വിഡിറ്റി ക്രൈസിസ് വന്നാൽ, അതായത് ക്യാഷിന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബാങ്കിൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ, ഈ ഒരു ബാങ്കിന് എന്ത് ചെയ്യാം? മറ്റൊരു ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് തൽക്കാലത്തേക്ക് ബോറോ ചെയ്യാം, അതായത് കടം വാങ്ങാം. ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ബാങ്കിന് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ബോറോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കടം വാങ്ങാനായിട്ട് സാധിക്കും. സോ ഇതാണ് ബാങ്കിൻ്റെ മുമ്പിലുള്ള രണ്ട് ഓപ്ഷൻ. സോ ഒരു ബാങ്കിന് ലിക്വിഡിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ ക്യാഷിന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മറ്റൊരു ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാം? ബോറോ ചെയ്യാം. അതുമല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം? ബോറോ ചെയ്യാം. ഇതാണ് ബാങ്ക്സിന് ലിക്വിഡിറ്റി ക്രൈസിസ് വരുമ്പോൾ അവർ ചെയ്യുന്നത്. ഇനി നമുക്ക് റിപ്പോ എന്താണെന്നും റിവേഴ്സ് റിപ്പോ എന്താണെന്നും നോക്കാം. സോ ആദ്യമാണ് റിപ്പോ. സോ എന്താണ് റിപ്പോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിപ്പോയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ്. സോ റിപ്പോ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ്. അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ് വായിക്കുന്നത്. ഇനി എന്താണ് റീപർച്ചേസ് ഓപ്ഷൻ എന്നുള്ളത് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാവും. സോ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ബാങ്കിന് ലിക്വിഡിറ്റി ക്രൈസിസ്, അതായത് ക്യാഷിന് ഷോർട്ടേജ് വന്നാൽ അവരെന്ത് ചെയ്യും? ഒന്നെങ്കിൽ മറ്റൊരു ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യും, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യും? ബോറോ ചെയ്യും. സപ്പോസ് ആ ഒരു ബാങ്കിന് മറ്റൊരു ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബാങ്ക് എന്ത് ചെയ്യുമെന്ന് നോക്കാം. സോ ഒരു ബാങ്ക് ഉണ്ട്. ഈ ഒരു ബാങ്കിന് എന്ത് സംഭവിച്ചു? ലിക്വിഡിറ്റി ക്രൈസിസ് സംഭവിച്ചു. അതായത് ഈ ഒരു ബാങ്കിൻ്റെ കയ്യിൽ എന്തില്ല? ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ ക്യാഷിന് ഷോർട്ടേജ് ഉണ്ട്. സോ ഈ ഒരു ബാങ്ക് നേരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്തേക്ക് ചെല്ലും. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ഈ ഒരു ഷോർട്ടേജിൽ നിന്ന് കരകയറാനായിട്ട് ഹെൽപ്പ് ചോദിക്കും. സോ ഈ ഒരു ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്ത് ചെന്നു. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയും, ഞാൻ ഹെൽപ്പ് ചെയ്യാം, പക്ഷേ എനിക്ക് എന്തെങ്കിലും കൊളാറ്ററൽ വേണം എന്നായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത്.
സോ ഈ ഒരു ബാങ്ക് എന്ത് ചെയ്യും? ബാങ്കിന്റെ കയ്യിലുള്ള ചില ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. സോ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്താണ്, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്നുള്ളത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ബാങ്ക് അവരുടെ കയ്യിലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? കൊളാറ്ററലായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുക്കും. സോ ഒരു ബാങ്ക് അവരുടെ കയ്യിലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊളാറ്ററലായിട്ട് അല്ലെങ്കിൽ ഈടായിട്ട് എന്ത് ചെയ്യുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്നു. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? ഈ ഒരു ബാങ്കിന് എത്ര പൈസയാണോ ആവശ്യം അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണോ ആവശ്യം, ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും? ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഈ ഒരു ലോൺ കൊടുക്കുന്നത് ഒരു ഷോർട്ട് ഡ്യൂറേഷനിലേക്കായിരിക്കും. നോർമലി ഓവർനൈറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു ദിവസത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു മെക്കാനിസം വെച്ചിട്ട് RBIയിൽ നിന്ന് ഈ ഒരു ബാങ്ക് ബോറോ ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോറോ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫോർ എ ഫ്യൂ ഡേയ്സ്, 1-2 ദിവസത്തേക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും? ബോറോ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു ബാങ്കിന് ഷോർട്ടേജ്, ക്യാഷിൻ്റെ ഷോർട്ടേജ് വന്നു. ആ ഒരു ബാങ്ക് എന്ത് ചെയ്തു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്തെത്തുന്നു. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു ബാങ്കിന്റെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊളാറ്ററലായിട്ട് അല്ലെങ്കിൽ ഈടായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു ബാങ്കിന് എന്ത് ചെയ്യുന്നു? അവർക്ക് ആവശ്യമുള്ള തുക പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു തുക പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ടേമിലേക്കായിരിക്കും. അതായത് ഒരു ഓവർനൈറ്റിലേക്ക്, അതായത് ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കോ, ഫോർ എ ഫ്യൂ ഡേയ്സ്, 1 to 2 days, 1-2 ദിവസത്തേക്കോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ലോൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു ബാങ്കിന് കൊടുക്കുന്നത്. ആൻഡ് ഈ ഒരു ദിവസം കഴിഞ്ഞിട്ട്, അതായത് ഈ ഒരു പീരീഡ് ആയിട്ടുള്ള ഒരു ദിവസം ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ബാങ്ക് എന്ത് ചെയ്യണം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ലോൺ എമൗണ്ട്, അതുപോലെ തന്നെ ഈ ലോണിൻ്റെ മേൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഈ കൊടുത്ത തുകയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? RBI ഈടാക്കുന്നുണ്ട്. ആ ഒരു ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ബാങ്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ട് കൊളാറ്ററലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യണം? ഈ ഒരു ബാങ്ക് റീപർച്ചേസ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ റിപ്പോ സിസ്റ്റം എന്ന് പറയുന്നത്. സോ എന്താണ് റിപ്പോ സിസ്റ്റം? ഒരു ബാങ്കിന് ഒരു ഷോർട്ട് ടൈമിലേക്ക്, അതായത് ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 1-2 ദിവസത്തേക്കോ ക്യാഷിന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബാങ്ക് അവരുടെ കയ്യിലുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കൊളാറ്ററലായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ആവശ്യമുള്ള തുക ലോൺ ആയിട്ട് മേടിക്കും. ആൻഡ് ആ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബാങ്ക് എന്ത് ചെയ്യണം? വാങ്ങിച്ച ലോൺ തുക പിന്നെ അതിൻ്റെ മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചാർജ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ്, ഇത് രണ്ടും കൂടി RBIക്ക് കൊടുത്തുകൊണ്ട് കൊളാറ്ററലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ, ഇത് റീപർച്ചേസ് ചെയ്യണം. ഇതിനെയാണ് റിപ്പോ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൽ ഈ ഒരു ലോണിനകത്ത് ചാർജ് ചെയ്യുന്ന ഈ ഒരു ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ പറയുന്നത് പോളിസി റേറ്റ് അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. സോ പോളിസി റേറ്റ് ഓർ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു ലോണിൻ്റെ മുകളിൽ ചാർജ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ്. സോ എന്താണ് റിപ്പോ റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു റിപ്പോ സിസ്റ്റത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ മറ്റൊരു ബാങ്കിന് കൊടുത്തിരിക്കുന്ന ലോണിൻ്റെ മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതിനെയാണ് പോളിസി റേറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിന് റീപർച്ചേസ് ഓപ്ഷൻ അല്ലെങ്കിൽ റിപ്പോ സിസ്റ്റം എന്ന് പേര് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്ക് കൊളാറ്ററലായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന ആ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? അതേ ബാങ്ക് തന്നെ റീപർച്ചേസ് ചെയ്യുന്നുണ്ട്, തിരിച്ച് വാങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിനെ റീപർച്ചേസ് ഓപ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിപ്പോ സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമുക്കറിയാം റിപ്പോ സിസ്റ്റം അല്ലെങ്കിൽ റിപ്പോ എന്ന് പറയുന്നത് എന്താണ്? ഒരു മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻ്റ് ആണ്. സോ നമ്മൾ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് പഠിച്ചപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിച്ചിരുന്നു. CRR, SLR, അതിനുശേഷം എന്തുണ്ട്? റിപ്പോ ഉണ്ട്. സോ റിപ്പോ എന്ന് പറയുന്നത് ഒരു മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻ്റ് ആണ്. വിച്ച് മീൻസ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? RBI നമ്മുടെ എക്കോണമിയിലുള്ള മണി സപ്ലൈയെ കൺട്രോൾ ചെയ്യുന്നത്. സോ റിപ്പോ യൂസ് ചെയ്തിട്ട് RBI ചെയ്യുന്നത് എന്താണ്? നമ്മുടെ എക്കോണമിയിലുള്ള മണി സപ്ലൈ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് റിപ്പോ യൂസ് ചെയ്ത് RBI നമ്മുടെ എക്കോണമിയിലുള്ള മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. സപ്പോസ്
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI എന്ത് ചെയ്യുന്നു? റിപ്പോ റേറ്റ് വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നു. സോ റിപ്പോ റേറ്റ് കൂട്ടുന്നു. സോ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റൊരു ബാങ്കിന് ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് കൊളാട്രൽ സ്വീകരിച്ചുകൊണ്ട് കൊടുക്കുന്ന ലോണിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റൊരു ബാങ്കിന് ഒരു ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് ആ ഒരു ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് കൊളാട്രൽ മേടിച്ചുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ലോണിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. സോ RBI റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇനി മുതൽ ബാങ്കുകൾക്ക് RBIയിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിൽ കൂടിയ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതായത് ഒരു ബാങ്കിന് ഇനി മുതൽ RBIയിൽ ചെന്ന് ലോൺ എടുക്കണമെങ്കിൽ കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരും. സോ അങ്ങനൊരു സിറ്റുവേഷനിൽ ഈ ഒരു ബാങ്കിൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. RBI വളരെ കൂടിയ ഒരു റിപ്പോ റേറ്റ് ആണ് ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാങ്കിൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ലോൺ എടുക്കാതിരിക്കുക. അതായത് വളരെ വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഈ ഒരു ഇൻട്രസ്റ്റിൽ ലോൺ വാങ്ങിക്കഴിഞ്ഞാൽ ബാങ്കിന് പ്രോഫിറ്റബിൾ അല്ല എന്ന് ബാങ്ക് കരുതി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല? ലോൺ എടുക്കില്ല. സോ ബാങ്ക് ലോൺ എടുത്തില്ലെങ്കിൽ ബാങ്കിൻ്റെ കയ്യിൽ എന്ത് കാണില്ല? ക്യാഷ് കാണില്ല. സോ ബാങ്ക് ലോൺ എടുക്കുന്നില്ല, സോ റിപ്പോ റേറ്റ് കൂടുതലാണ്. റിപ്പോ റേറ്റ് കൂടുതലായതുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്യുന്നില്ല? ലോൺ എടുക്കുന്നില്ല, RBIയിൽ നിന്ന് ലോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്കിൻ്റെ കയ്യിൽ എന്തില്ല? ക്യാഷ് ഇല്ല. ബാങ്കിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇനി മുതൽ കസ്റ്റമേഴ്സിന്, ആ ഒരു ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ലോൺ കൊടുക്കാനായിട്ട് പറ്റില്ല. സോ കസ്റ്റമേഴ്സിന് ലോൺ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യില്ല? നമ്മുടെ എക്കോണമിയിലേക്ക് എത്തില്ല. സോ ഒരു കസ്റ്റമർ ലോൺ എടുക്കുന്ന എന്തിനായിരിക്കും? ചിലപ്പോൾ ബിസിനസ്സിനായിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കാം? വീട് പണിക്കായിരിക്കാം. സോ അങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസിലും ആ ലോൺ എടുക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എക്കോണമിയിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ കസ്റ്റമേഴ്സ് ലോൺ എടുക്കുന്നില്ലെങ്കിൽ, അഥവാ കസ്റ്റമേഴ്സിന് ലോൺ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ എക്കോണമിയിലേക്കുള്ള മണി സപ്ലൈ അവിടെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യില്ല? ലോൺ എടുക്കില്ല. കാരണം പ്രോഫിറ്റബിൾ അല്ലാത്തതുകൊണ്ട് ഈ ഒരു ബാങ്ക് എന്ത് ചെയ്യില്ല? RBIയിൽ നിന്ന് ലോൺ എടുക്കില്ല. സോ ലോൺ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ, അതായത് RBIയിൽ നിന്ന് ലോൺ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബാങ്കിൻ്റെ കയ്യിൽ ക്യാഷ് കാണില്ല. ആ ഒരു ബാങ്കിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബാങ്കിന് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ലോൺ കൊടുക്കാൻ പറ്റില്ല. കസ്റ്റമേഴ്സിന് ലോൺ കിട്ടിയില്ലെങ്കിൽ ആ ഒരു തുക എന്ത് ചെയ്യില്ല? എക്കോണമിയിലേക്ക് എത്തില്ല. വിച്ച് മീൻസ് മണി സപ്ലൈ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. സോ ഇവിടെ നമ്മുടെ ടേക്ക് അവേ പോയിന്റ് അല്ലെങ്കിൽ എക്സാമിന് നമുക്ക് ആവശ്യമുള്ള പോയിന്റ് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കും? മണി സപ്ലൈ ഡിക്രീസ് ചെയ്യും. സോ റിപ്പോ റേറ്റ് RBI കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിലുള്ള മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സിറ്റുവേഷൻ നോക്കുക. അതായത് റിപ്പോ റേറ്റ് കൂടുതലാണ്. സോ റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻക്രീസ് ചെയ്തെങ്കിൽ പോലും ഈ ഒരു ബാങ്കിന് അത്യാവശ്യം ക്യാഷിൻ്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഈ ഒരു ബാങ്ക് എന്ത് ചെയ്യും? RBIയുടെ കയ്യിൽ നിന്ന് വളരെ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ എടുക്കും. സോ RBIയുടെ കയ്യിൽ നിന്ന് വളരെ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഈ ഒരു ബാങ്ക് ലോൺ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്കിന് ഈ ഇൻട്രസ്റ്റ് തിരിച്ച് RBIക്ക് അടയ്ക്കണമെങ്കിലും അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് നിലനിർത്തണമെങ്കിലും എന്ത് ചെയ്യണം? ഈ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോണിനകത്തും എന്ത് ചെയ്യണം? അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം. സോ RBI റിപ്പോ റേറ്റ് കൂട്ടിയിരിക്കുന്ന സമയത്ത് ഒരു ബാങ്ക് RBIയിൽ നിന്ന് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാങ്കിന് വളരെ വലിയൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും തിരിച്ച് RBIക്ക് കൊടുക്കേണ്ടി വരിക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ എടുത്ത ലോൺ എമൗണ്ട് ഈ ഒരു ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന് ലോണായിട്ട് നൽകുമ്പോൾ ഈ ഒരു ബാങ്ക് എന്ത് ചെയ്യും? ആ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോണിനകത്തുള്ള ഇൻട്രസ്റ്റ് റേറ്റും എന്ത് ചെയ്യും? കൂട്ടും. സോ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് കൂട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ടും ഈ ഒരു ബാങ്ക് എന്ത് ചെയ്തു? ആ കൂടിയ റിപ്പോ റേറ്റിൽ ലോൺ എടുത്തു. അങ്ങനെ ലോൺ എടുത്ത തുക ഈ ഒരു ബാങ്കിൻ്റെ കയ്യിലുണ്ട്. ആ ഒരു തുക ഈ ഒരു ബാങ്ക് എന്ത് ചെയ്യും? അവരുടെ കസ്റ്റമേഴ്സിന് ലോണായിട്ട് കൊടുക്കും. പക്ഷേ RBIക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്ക് എന്ത് ചെയ്യും? അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോണിനകത്തും കൂടിയ ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത്. ഒരു ബാങ്ക് നിങ്ങൾ എടുക്കുന്ന ലോണിനകത്ത്
കൂടുതൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ലോൺ എടുക്കുമോ? ഇല്ല. അതായത് നമ്മളിപ്പോൾ എപ്പോഴും ലോൺ എടുക്കുന്നത് എന്ത് നോക്കിയിട്ടാണ്? പലിശ എത്രയാണ് എന്ന് നോക്കിയിട്ടാണ്. കൂടുതൽ പലിശ ഉള്ളിടത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യില്ല, ലോൺ എടുക്കാറില്ല. എവിടെയാണോ കുറവ് പലിശ അവിടെ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ലോൺ എടുക്കുന്നത്. സോ ഒരു ബാങ്ക് അവരുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യില്ല, ലോൺ എടുക്കില്ല. അങ്ങനെ ആൾക്കാർ ലോൺ എടുക്കാതിരുന്നു കഴിഞ്ഞാലും എന്ത് സംഭവിക്കും, നമ്മുടെ എക്കോണമിയിലുള്ള മണി സപ്ലൈ ഡിക്രീസ് ചെയ്യും. സോ രണ്ട് കേസസിലും RBI റിപ്പോ റേറ്റ് കൂട്ടി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കൊടുക്കുന്ന ലോണിനകത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒന്നെങ്കിൽ കസ്റ്റമർ എന്ത് ചെയ്യില്ല, ലോൺ എടുക്കില്ല, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ലോൺ കിട്ടില്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ എക്കോണമിയിലുള്ള മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. സോ ഇവിടുത്തെ ടേക്ക് അവേ പോയിന്റ്, റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മണി സപ്ലൈ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഇനി സപ്പോസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു റിപ്പോ റേറ്റ് കുറയ്ക്കുകയാണെന്ന് വിചാരിച്ചു. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ റിപ്പോ റേറ്റ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, RBIയിൽ നിന്ന് കൂടുതൽ ലോൺ എടുക്കാനായിട്ട് പറ്റും. കാരണം പലിശ കുറവാണല്ലോ. സോ RBIയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ലോൺ എടുക്കാനായിട്ട് ബാങ്കുകൾക്ക് പറ്റും. സോ ബാങ്കുകളുടെ കയ്യിൽ എന്തുണ്ട്, കൂടുതൽ ക്യാഷ് ഉണ്ട്. സോ ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ ക്യാഷ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ലോൺ കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കൂടുതൽ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിലുള്ള മണി സപ്ലൈ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ റിപ്പോ റേറ്റ് എന്ത് ചെയ്യുന്നു, കുറച്ച് വെച്ചിരിക്കുന്നു. ആ ഒരു ടൈമിൽ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, RBIയിൽ നിന്ന് കൂടുതൽ ലോൺ എടുക്കാൻ പറ്റും. കാരണം റിപ്പോ റേറ്റ് കുറവാണ്. അതായത് RBIയിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ബാങ്കുകൾ തിരിച്ചടക്കേണ്ട പലിശ കുറവാണ്. സോ ബാങ്കുകൾ എന്ത് ചെയ്യും, RBIയിൽ നിന്ന് കൂടുതൽ ലോൺ എടുക്കും. സോ ബാങ്കുകളുടെ കയ്യിൽ എന്തുണ്ട്, കൂടുതൽ പൈസയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ലോൺസ് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റും. കസ്റ്റമേഴ്സ് കൂടുതൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ തുകയെല്ലാം എവിടെയായിരിക്കും വരുന്നത്, നമ്മുടെ എക്കോണമിയിലേക്കായിരിക്കും വരുന്നത്. അതായത് മണി സപ്ലൈ എന്ത് ചെയ്യും, എക്കോണമിയിൽ ഇൻക്രീസ് ചെയ്യും. സോ ഇവിടുത്തെ ടേക്ക് അവേ പോയിന്റ് എന്താണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ റിപ്പോ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കും, മണി സപ്ലൈ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമ്മുടെ ടേക്ക് അവേ പോയിന്റ്. സോ നമ്മുടെ ടേക്ക് അവേ പോയിന്റ് എന്താണ്, RBI റിപ്പോ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എക്കോണമിയിൽ മണി സപ്ലൈക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ എക്കോണമിയിലുള്ള മണി സപ്ലൈ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ ഇതാണ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ റീപർച്ചേസ് ഓപ്ഷൻ. സോ എന്താണ് റിപ്പോ റേറ്റ്, റിപ്പോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കും, റിപ്പോ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കും. ഇത്ര മാത്രമേ നിങ്ങൾ എക്സാം പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമുള്ളൂ. സോ റിപ്പോ റേറ്റിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ഡെഫിനിഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുകൂടാതെ ഈ റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ള മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ നമ്മുടെ റിപ്പോ റേറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കും, ആ രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ എന്താണ് റിപ്പോ റേറ്റ്, റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയിട്ട്, ബാങ്കുകൾക്ക് ഓവർനൈറ്റിൽ ലിക്വിഡിറ്റി കൊടുക്കാനായിട്ട്. അതായത് ഒരു ദിവസത്തേക്ക് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാനായിട്ട്. എങ്ങനെയാണ് കൊടുക്കുന്നത്, ബാങ്കുകളുടെ കയ്യിൽ നിന്ന് കൊളാറ്ററൽ മേടിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ലോൺസിന്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ പോളിസി റേറ്റ് അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പോളിസി റേറ്റ് അല്ലെങ്കിൽ റിപ്പോ റേറ്റ് RBI ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിൽ മണി സപ്ലൈ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ ഒരു റിപ്പോ റേറ്റ് RBI റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിൽ മണി സപ്ലൈ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇത്രയാണ് നമുക്ക് എക്സാമിന് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ്. ക്ലിയർ ആണല്ലോ? സോ നിങ്ങൾ വരാൻ പോകുന്ന CGL-ന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞങ്ങൾ യൂട്യൂബ് ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഉള്ള ദിവസങ്ങൾ മാക്സിമം പ്രൊഡക്ടിവിറ്റിയിൽ യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 75 ഡേയ്സിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു 75 ഡേയ്സിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ 75 ഡേയ്സിൻ്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഈ 75 ഡേയ്സിലുള്ള
കറക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ കാണും. ഈ ഷെഡ്യൂൾ അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ആൻഡ് നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനും സാധിക്കും. അല്ല നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് കോഴ്സസും ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. സോ ഫെർദർ ആയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫെർദർ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്തതാണ് റിവേഴ്സ് റിപ്പോ. എന്താണ് റിവേഴ്സ് റിപ്പോ? സോ റിപ്പോ എന്തായിരുന്നു? ബാങ്കുകൾക്ക് ക്യാഷിന് ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് എന്ത് ചെയ്യുന്നു? RBI കൊടുക്കുന്നു, അല്ലെങ്കിൽ RBI ലോൺ കൊടുക്കുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ RBI എന്ത് ചെയ്യുന്നുണ്ട്? ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റിവേഴ്സ് റിപ്പോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ടൈം ബാങ്കുകളുടെ കയ്യിൽ എന്ത് കാണും? എക്സസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി കാണും. സോ റിപ്പോയുടെ കേസിൽ ലിക്വിഡിറ്റിയുടെ ക്രൈസിസ് ആയിരുന്നു, അതായത് ക്യാഷിൻ്റെ ഷോർട്ടേജ് ആയിരുന്നു. എന്നാൽ റിവേഴ്സ് റിപ്പോയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബാങ്കുകളുടെ കയ്യിൽ എക്സസ് ലിക്വിഡിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, അതായത് ക്യാഷ് കൂടുതലായിരിക്കും. സോ എപ്പോഴൊക്കെയാണോ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ എക്സസ് ലിക്വിഡിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ക്യാഷ് കൂടുതലുള്ളത്, അപ്പോഴൊക്കെ RBI ട്രൈ ചെയ്യുന്നത് ഈ എക്സസ് ആയിട്ടുള്ള ക്യാഷ് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അതായത് RBIയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? RBI ട്രൈ ചെയ്യുന്നത്. സോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ബാങ്കുകളുടെ കയ്യിൽ എക്സസ് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ, അതായത് അഡീഷണൽ ആയിട്ടുള്ള ക്യാഷ് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യും. സോ എക്സസ് ലിക്വിഡിറ്റി ഉള്ളൊരു ടൈമിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? ബാങ്കുകളുടെ അടുത്തേക്ക് ചെല്ലും. ആൻഡ് ബാങ്കുകളോട് പറയും, നിങ്ങളുടെ കയ്യിൽ അഡീഷണൽ ക്യാഷ് ഉണ്ടല്ലോ, ആ അഡീഷണൽ ക്യാഷ് എനിക്ക് ബോറോ ചെയ്യാമോ, അല്ലെങ്കിൽ എനിക്ക് കടമായിട്ട് തരാമോ? ഞാൻ എന്ത് ചെയ്യാം? അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റിട്ടേൺ ചെയ്യാമെന്ന് പറയും. സോ എക്സസ് ലിക്വിഡിറ്റി ഉള്ള ഒരു ടൈമിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? ബാങ്കുകളുടെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, എൻ്റെ കയ്യിൽ കുറച്ച് കൊളാറ്ററൽ ഇരിപ്പുണ്ട്, അതായത് കുറച്ച് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്. സോ എക്സസ് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ കയ്യിലിരിക്കുന്ന കൊളാറ്ററൽ എന്ന് പറയുന്നത് മെയിൻലി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? ബാങ്കുകൾക്ക് കൊടുക്കും. ആൻഡ് ബാങ്കുകളുടെ കയ്യിലുള്ള ഈ ഒരു അഡീഷണൽ ലിക്വിഡിറ്റി, അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ക്യാഷ് എന്ത് ചെയ്യും? ലോണായിട്ട് RBI മേടിക്കും. ആൻഡ് കുറച്ച് ദിവസത്തേക്കായിരിക്കും, ഒരു ഷോർട്ട് പീരീഡിലേക്കായിരിക്കും, ചിലപ്പോൾ ഓവർനൈറ്റിലേക്കായിരിക്കും, അതായത് ഒരേ ഒരു ദിവസത്തേക്ക് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സ്, അതായത് 1 to 2 ഡേയ്സിലേക്ക്, 1-2 ദിവസത്തേക്കായിരിക്കും എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു RBIക്ക് ഈ ഒരു ക്യാഷ് അബ്സോർബ് ചെയ്യേണ്ടത്. സോ എത്ര ദിവസത്തേക്കാണോ RBIക്ക് ക്യാഷ് അബ്സോർബ് ചെയ്യേണ്ടത്, അത്ര ദിവസത്തേക്ക് എന്ത് ചെയ്യും? ബാങ്കുകളുടെ കയ്യിലുള്ള ആ അഡീഷണൽ എമൗണ്ട് RBI എന്ത് ചെയ്യും? ലോണായിട്ട് വാങ്ങിക്കും. അതിനുശേഷം ആ ഒരു ഫിക്സഡ് ടൈമിന് ശേഷം, സോ ഓവർനൈറ്റ് ആണ് മേടിക്കുന്നതെങ്കിൽ ഒരു ദിവസത്തിന് ശേഷം, അല്ല എത്ര ദിവസത്തേക്കാണ് ബോറോ ചെയ്യുന്നതെങ്കിൽ അത്ര ദിവസത്തിന് ശേഷം എന്ത് ചെയ്യും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഈ ഒരു ലോൺ എമൗണ്ടും, ആൻഡ് അതുകൂടാതെ ഈ RBI ഈ ബാങ്കുകൾക്ക് ഈ വാങ്ങിയ തുകയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാമെന്നും പറയും. സോ കൊളാറ്ററൽ കൊടുത്തുകൊണ്ട് ബാങ്കുകളുടെ കയ്യിൽ നിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? ലോൺ വാങ്ങുന്നുണ്ട്. ആ ലോണിൻ്റെ മുകളിൽ RBI ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ബാങ്കുകൾക്ക് ഇത്ര ദിവസത്തേക്ക് ഇൻട്രസ്റ്റ് കൊടുത്തോളാം എന്നും RBI എന്ത് ചെയ്തിട്ടുണ്ട്? എഗ്രി ചെയ്യുന്നുണ്ട്. സോ RBI നേരത്തെ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റും ഈ ഒരു ലോൺ എമൗണ്ടും കൂടെ കൊടുത്തുകൊണ്ട് RBI ബാങ്കുകളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന കൊളാറ്ററൽ, അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? RBI റീപർച്ചേസ് ചെയ്യും. ഇതിനെയാണ് റിവേഴ്സ് റിപ്പോ സിസ്റ്റം എന്ന് പറയുന്നത്. സോ എന്താണ് റിവേഴ്സ് റിപ്പോ സിസ്റ്റം? എപ്പോഴൊക്കെയാണോ നമ്മുടെ ബാങ്കുകളുടെ കയ്യിൽ അഡീഷണൽ ക്യാഷ് വരുന്നത്, അല്ലെങ്കിൽ എക്സസ് ലിക്വിഡിറ്റി വരുന്നത്, ആ ടൈമിലൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? ബാങ്കുകളുടെ കയ്യിലുള്ള അഡീഷണൽ ക്യാഷ് അബ്സോർബ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സോ RBI എന്ത് ചെയ്യും? RBIയുടെ കയ്യിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കൊളാറ്ററലായിട്ട് ബാങ്കുകൾക്ക് കൊടുക്കും. ആൻഡ് ബാങ്കിൻ്റെ കയ്യിലുള്ള ഈ ഒരു എക്സസ് എമൗണ്ട് എന്ത് ചെയ്യും? ബോറോ ചെയ്യും, അല്ലെങ്കിൽ കടം വാങ്ങും. ആൻഡ് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? കടം വാങ്ങുന്നത്. അതായത് RBI ബാങ്കുകൾക്ക് ഇത്ര പലിശ കൊടുക്കാം എന്ന് ഡിസൈഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ബോറോ ചെയ്യുന്നത്. സോ ആ ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം, അതായത് ഓവർനൈറ്റ് ആണെങ്കിൽ ആ ഒരു ദിവസത്തിന് ശേഷം, അല്ലെങ്കിൽ എത്ര ദിവസമാണോ ബോറോ ചെയ്തേക്കുന്നത് അത്രയും ദിവസത്തിന് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും? അവർ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ലോൺ എമൗണ്ടും
അതിൻ്റെ ഇൻട്രസ്റ്റും, അതായത് RBI ബാങ്കുകൾക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് ബാങ്കുകൾക്ക് പേ ചെയ്തിട്ട് എന്ത് ചെയ്യും, കൊളാറ്ററലായിട്ട് നേരത്തെ കൊടുത്തിട്ടുള്ള ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് റീപർച്ചേസ് ചെയ്യും. ഇതിനെയാണ് റിവേഴ്സ് റിപ്പോ അല്ലെങ്കിൽ റിവേഴ്സ് റീപർച്ചേസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു റിവേഴ്സ് റിപ്പോ സിസ്റ്റത്തിനകത്ത് ബാങ്ക് ഫിക്സ് ചെയ്യുന്ന ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് RBI ഫിക്സ് ചെയ്യുന്ന ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. സോ ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. സോ എക്സസ് ലിക്വിഡിറ്റി ഉള്ള ഒരു ടൈമിൽ RBI എന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള കൊളാറ്ററൽ, അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബാങ്കുകൾക്ക് കൊടുത്തുകൊണ്ട് ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങും. എത്ര ദിവസത്തേക്കാണോ ലോൺ വാങ്ങുന്നത് ആ ദിവസത്തിന് ശേഷം RBI എന്ത് ചെയ്യും, വാങ്ങിയ ലോൺ എമൗണ്ടും അതിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ്, അതായത് ഈ ബാങ്കുകൾക്ക് RBI കൊടുക്കേണ്ട ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് ബാങ്കുകൾക്ക് തിരിച്ചു കൊടുക്കും. ആൻഡ് തിരിച്ചു കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും, കൊളാറ്ററലായിട്ട് കൊടുത്തിരിക്കുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസ് റീപർച്ചേസ് ചെയ്യും. ആൻഡ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ബാങ്കുകൾക്ക് RBI കൊടുക്കേണ്ട ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇത്രയാണ് റിവേഴ്സ് റിപ്പോ റേറ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സോ എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. എന്തിനു വേണ്ടിയിട്ട്? എക്സസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ബാങ്കുകളുടെ കയ്യിൽ അഡീഷണൽ ആയിട്ടിരിക്കുന്ന ക്യാഷ് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RBI യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ആൻഡ് ഓവർനൈറ്റ് ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അതായത് ഒരു ദിവസത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യുന്നത്. ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് എന്ത് ചെയ്യാം, അബ്സോർബ് ചെയ്യാം. ആൻഡ് ഇതിന് പകരം RBI എന്ത് ചെയ്യും, ബാങ്കുകൾക്ക് കൊളാറ്ററൽ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഈ ഒരു ലോൺ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലോൺ എമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റും തിരിച്ച് ബാങ്കുകൾക്ക് കൊടുത്തുകൊണ്ട് RBI എന്ത് ചെയ്യും, ഈ ഒരു കൊളാറ്ററൽ റീപർച്ചേസ് ചെയ്യും. ഇതിനെയാണ് റിവേഴ്സ് റിപ്പോ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് RBI ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഏപ്രിൽ 2022 വരെ, അതായത് ഏപ്രിൽ 2022 വരെ ഈ ഒരു സിസ്റ്റം ആയിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, RBI ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഏപ്രിൽ 2022 ആയപ്പോൾ RBI ഇതിനകത്തൊരു ചേഞ്ച് വരുത്തി. സോ RBI വിചാരിച്ചു ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് RBI. അതായത് ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേറ്ററാണ് RBI. അതുകൂടാതെ ബാങ്കുകളുടെ എല്ലാം ബാങ്കർ കൂടിയാണ് RBI. സോ ഇത്രയും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിനു വേണ്ടിയിട്ട് ബാങ്കുകൾക്ക് കൊളാറ്ററൽ കൊടുക്കണം, അതായത് ബാങ്കുകളിൽ നിന്ന് ലോൺ വാങ്ങുമ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ബാങ്കുകളുടെ റെഗുലേറ്ററാണ്. അങ്ങനെ റെഗുലേറ്റർ ആയിട്ടുള്ള RBI എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്കുകൾക്ക് കൊളാറ്ററൽ കൊടുക്കുന്നത്? അല്ലാതെ RBIയുടെ റെപ്യൂട്ടേഷൻ്റെ ബേസിസിൽ RBIക്ക് ബാങ്കുകളിൽ നിന്ന് അഡീഷണൽ ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്തുകൂടെ എന്നെന്ത് ചെയ്തു, RBI ഡിസൈഡ് ചെയ്തു. ആൻഡ് അത് പ്രകാരം RBI പുതിയ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതാണ് SDF അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. സോ SDF അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി മുതൽ ബാങ്കുകളുടെ കയ്യിലുള്ള എക്സസ് ലിക്വിഡിറ്റി, അതായത് ഏപ്രിൽ 2022 മുതൽ ബാങ്കുകളുടെ കയ്യിലുള്ള എക്സസ് ലിക്വിഡിറ്റി, അതായത് അഡീഷണൽ ക്യാഷ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI അബ്സോർബ് ചെയ്യും. അതായത് RBI ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ലോൺ വാങ്ങും. പക്ഷെ അങ്ങനെ വാങ്ങുന്ന ലോണിന് കൊളാറ്ററൽ ഒന്നും തന്നെ RBI പ്രൊവൈഡ് ചെയ്യില്ല. സോ ഇനി മുതൽ ബാങ്കുകളുടെ എക്സസ് ലിക്വിഡിറ്റി, അതായത് ബാങ്കുകളുടെ കയ്യിൽ അഡീഷണൽ ആയിട്ടിരിക്കുന്ന ക്യാഷ് RBI അബ്സോർബ് ചെയ്യുമ്പോൾ, അതായത് RBI ലോണായിട്ട് വാങ്ങുമ്പോൾ കൊളാറ്ററൽ ഒന്നും തന്നെ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒന്നും തന്നെ കൊളാറ്ററലായിട്ട് കൊടുക്കില്ല. RBIയുടെ റെപ്യൂട്ടേഷനെ അല്ലെങ്കിൽ RBI എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിനെയും ആ ഒരു വിശ്വാസ്യതയും മുന്നിൽ നിർത്തി വേണം എന്ത് ചെയ്യാനായിട്ട്, ബാങ്കുകൾ ലോൺ RBIക്ക് കൊടുക്കാനായിട്ട് എന്ത് ചെയ്തു, RBI ഡിസൈഡ് ചെയ്തു. സോ എന്താണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് സിമ്പിളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി മുതൽ, അതായത് ഏപ്രിൽ 2022 മുതൽ എക്സസ് ലിക്വിഡിറ്റി ബാങ്കുകളിൽ നിന്ന് അബ്സോർബ് ചെയ്യാനായിട്ട്, അതായത് ബാങ്കുകളിൽ നിന്ന് RBI ലോൺ വാങ്ങുമ്പോൾ ബാങ്കുകൾക്ക് പകരം കൊളാറ്ററൽ ഒന്നും തന്നെ കൊടുക്കില്ല എന്നെന്ത് ചെയ്തു, RBI ഡിസൈഡ് ചെയ്തു. ആൻഡ് അതിന് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം RBI ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ്
ഈ വാങ്ങുന്ന തുകയ്ക്ക് എന്ത് ചെയ്യും? RBI ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ SDF റേറ്റ് എന്ന് പറയുന്നത്, അതായത് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ്. സോ SDF അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ്. സോ എന്താണ് SDF? ഇനി മുതൽ, അതായത് ഏപ്രിൽ 2022 മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങുമ്പോൾ അവർക്ക് കൊളാറ്ററൽ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യില്ല. RBI എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള ബാങ്കുകൾ RBIക്ക് എന്ത് ചെയ്യാൻ? ലോൺ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ആൻഡ് ഇങ്ങനെ RBI വാങ്ങുന്ന ലോണുകൾക്ക് RBI ബാങ്കിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ആ ഒരു ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ SDF റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞ സിസ്റ്റം അബോളിഷ് ചെയ്തോ അല്ലെങ്കിൽ നിർത്തലാക്കിയോ എന്ന്? കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കിയിട്ടില്ല. പക്ഷേ ഈ SDF ഫെസിലിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി കുറച്ച് ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചേഞ്ച് റിവേഴ്സ് റിപ്പോയിൽ വരുത്തിയിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI ബാങ്കുകളിൽ നിന്ന് ബോറോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോ ഇനി മുതൽ ബാങ്കുകൾക്ക് RBIക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സോ SDF റേറ്റിൽ, അതായത് ഈ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി സിസ്റ്റത്തിലാണ് മറ്റുള്ള ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ലോൺ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ SDF റേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റ് ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ കൊടുക്കുന്നത്. സോ ഇന്നത്തെ SDF റേറ്റ് എന്ന് പറയുന്നത്, അതായത് ഇന്ന് ഈ ഒരു ദിവസത്തെ SDF റേറ്റ് എന്ന് പറയുന്നത് 5.75% ആണ്. അതായത് 5.75% ഇന്നത്തെ SDF റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം ചില ബാങ്കുകൾ RBIയോട് കമ്പൽസറി ആയിട്ട് പറയും, ഞങ്ങളുടെ കയ്യിലുള്ള അഡീഷണൽ ക്യാഷ് ഞങ്ങൾ ലോണായിട്ട് തരണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റി RBIക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊളാറ്ററൽ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് കമ്പൽസറി ആയിട്ട് കിട്ടണമെന്ന് ചില ബാങ്കുകൾ എന്ത് ചെയ്യാറുണ്ട്? വാശി പിടിക്കാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് RBI ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഫിക്സഡ് റിവേഴ്സ് റിപ്പോ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. സോ നോർമൽ കേസസിൽ RBI മറ്റ് ബാങ്കുകളിൽ നിന്ന് ലോൺ വാങ്ങുമ്പോൾ SDF ഫെസിലിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ലോൺ വാങ്ങുന്നത്. എന്നാൽ ചില ബാങ്കുകൾ കൊളാറ്ററൽ മസ്റ്റായിട്ട് കിട്ടണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? ഒറ്റക്കാലിൽ നിൽക്കാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ ഫിക്സഡ് റിവേഴ്സ് റിപ്പോ സിസ്റ്റം ആയിരിക്കും RBI യൂസ് ചെയ്യുന്നത്. സോ RBI ഒരു ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങുന്നു. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ലോൺ വാങ്ങുന്നു. സോ ഇങ്ങനെ വാങ്ങുന്ന ലോണിന് പകരം കൊളാറ്ററൽ, അല്ലെങ്കിൽ ഇങ്ങനെ ലോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊളാറ്ററൽ കമ്പൽസറി ആയിട്ട് തരണം എന്ന് ഈ ഒരു ബാങ്ക് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ RBI എന്ത് ചെയ്യും? കൊളാറ്ററൽ കൊടുക്കും. പക്ഷേ ഈ ഒരു ലോണിൻ്റെ മുകളിൽ RBI ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. സോ ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ആൻഡ് ഇന്നത്തെ ദിവസത്തെ ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 3.35% ആണ്. അതായത് പലിശ കുറവായിരിക്കും കിട്ടുന്നത്. സോ SDFും ഫിക്സഡ് റിവേഴ്സ് റിപ്പോ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, SDF ഫെസിലിറ്റിയിലാണ് ബാങ്കുകളുടെ കയ്യിൽ നിന്ന് RBI ലോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടിയ പലിശയായിരിക്കും എന്ത് ചെയ്യുന്നത്? ബാങ്കുകൾക്ക് കിട്ടുന്നത്. സോ കൊളാറ്ററൽ ഒന്നും വാങ്ങാതെയാണ് മറ്റ് ബാങ്കുകൾ RBIക്ക് ലോൺ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ബാങ്കുകൾക്ക് എന്ത് ചെയ്യും? കൂടുതൽ പലിശ കിട്ടും. 5.75% ആയിരിക്കും കിട്ടുന്ന പലിശ. എന്നാൽ കൊളാറ്ററൽ വാങ്ങിയിട്ട് മാത്രമാണ് മറ്റൊരു ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ലോൺ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ കൊടുക്കുന്നത്. ആൻഡ് ഇന്നത്തെ ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 3.35% ആണ്. സോ സിംപ്ലി ഇത്രയേ ഉള്ളൂ. SDF ഫെസിലിറ്റിയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മറ്റ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ പലിശ കിട്ടും. എന്നാൽ ഫിക്സഡ് റിവേഴ്സ് റിപ്പോ സിസ്റ്റത്തിൽ, അതായത് കൊളാറ്ററൽ വാങ്ങിയിട്ടാണ് മറ്റ് ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ലോൺ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് പലിശ കുറവ് മാത്രമായിരിക്കും കിട്ടുന്നത്. സോ രണ്ടിൻ്റെയും ഫങ്ഷൻസ് ഒന്ന് തന്നെയാണ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്ത് വേണം? മറ്റ് ബാങ്കുകളുടെ ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യണം.
അതിന് വേണ്ടിയിട്ടാണ് ഈ SDFും അതുപോലെ തന്നെ ഫിക്സഡ് റിവേഴ്സ് റിപ്പോ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. രണ്ടിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SDF റേറ്റിൽ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി സിസ്റ്റത്തിലാണ് മറ്റ് ബാങ്കുകൾ RBIക്ക് ലോൺ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൊളാറ്ററൽ ഒന്നും തന്നെ വാങ്ങില്ല. RBI തിരിച്ചു കൊടുക്കുന്ന പലിശ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും, 5.75% ആയിരിക്കും. എന്നാൽ ഫിക്സഡ് റിവേഴ്സ് റിപ്പോ സിസ്റ്റത്തിലാണ് മറ്റ് ബാങ്കുകൾ RBIക്ക് ലോൺ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ RBI എന്ത് ചെയ്യും? കൊളാറ്ററൽ കൊടുക്കും, പക്ഷെ പലിശ കുറവ് മാത്രമേ കൊടുക്കൂ. 3.35% മാത്രമേ പലിശ കൊടുക്കൂ. ഇതാണ് ബേസിക്കലി ഉള്ള വ്യത്യാസം. ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു റിവേഴ്സ് റിപ്പോയും അതുപോലെ തന്നെ SDFും, അതായത് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി, ഇത് രണ്ടും എന്താണ്? മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ആണ്. സോ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മുടെ എക്കോണമിയിലുള്ള മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് ഫെസിലിറ്റീസും അല്ലെങ്കിൽ രണ്ട് ഇൻസ്ട്രുമെന്റ്സും SDFും അതുപോലെ തന്നെ ഫിക്സഡ് റിവേഴ്സ് റിപ്പോ സിസ്റ്റവും എങ്ങനെയാണ് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കാം. സോ സപ്പോസ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ SDF റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ SDF റേറ്റ് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക. അതിനർത്ഥം എന്താണ്? ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് കടം കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാങ്കുകൾക്ക് എന്ത് കിട്ടും? കൂടുതൽ പലിശ കിട്ടും. സോ റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ SDF റേറ്റ് RBI കൂട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇനി മുതൽ മറ്റ് ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആ ബാങ്കുകൾക്ക് കിട്ടും. സോ ഈ ഒരു കേസിൽ ബാങ്ക് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്നതിനേക്കാളും ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്നതിനേക്കാളും ബാങ്കിന് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? RBIക്ക് ലോൺ കൊടുക്കുന്നതാണ്. അതായത് റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ SDF റേറ്റ് RBI ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആകുന്നത് RBIക്ക് ലോൺ കൊടുക്കുന്നതായിരിക്കും. കാരണം RBI ആണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ പലിശ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോണിനകത്ത് ഇൻട്രസ്റ്റ് അങ്ങനെ കൂട്ടാൻ പറ്റില്ല. എന്നാൽ RBI അവർക്ക് കിട്ടുന്ന ലോണിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ലോണിന് കൂടുതൽ പലിശ തരാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി അഷ്വറും ചെയ്തിട്ടുണ്ട്. സോ ബാങ്കുകൾ എന്ത് ചെയ്യും? എപ്പോഴും RBIക്ക് ആയിരിക്കും കൂടുതൽ ലോൺ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. സോ റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ SDF റേറ്റ് RBI ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകൾ എന്ത് ചെയ്യും? കൂടുതൽ ലോൺ RBIക്ക് ആയിരിക്കും കൊടുക്കുന്നത്. സോ കൂടുതൽ ലോൺ RBIക്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ആയിരിക്കും കൊടുക്കുന്നത്. അതിനർത്ഥം എന്താണ്? കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോൺ കുറഞ്ഞു എന്നാണ് അതിനർത്ഥം. വിച്ച് മീൻസ് നമ്മുടെ എക്കോണമിയിലേക്കുള്ള മണി സപ്ലൈ എന്ത് ചെയ്തു? അവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകൾ കൂടുതൽ ലോൺ ആർക്ക് കൊടുക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുക്കും. കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോൺ എന്തായിരിക്കും? കുറവായിരിക്കും. കസ്റ്റമേഴ്സിന് ലോൺ കിട്ടുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിലേക്കുള്ള മണി സപ്ലൈ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യപ്പെടും. സോ ഇവിടെ നിന്നുള്ള നമ്മുടെ കീ ടേക്ക് അവേ പോയിന്റ് എന്താണ്? എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ SDF റേറ്റ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിലേക്കുള്ള മണി സപ്ലൈ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇനി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് ഡിക്രീസ് ചെയ്തെന്ന് വിചാരിക്കുക, അതായത് കുറച്ചെന്ന് വിചാരിക്കുക. സോ അതിനർത്ഥം എന്താണ്? ഇനി മുതൽ ബാങ്കുകൾക്ക് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ. അതായത് RBI ബാങ്കുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ലോണിന് കൊടുക്കുന്ന പലിശ RBI ഡിക്രീസ് ചെയ്തു. അതായത് ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റും SDF റേറ്റും RBI കുറച്ചു കഴിഞ്ഞാൽ ബാങ്കിന് ഇനി മുതൽ കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ പ്രോഫിറ്റബിൾ. RBIക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പലിശ കിട്ടുന്നത് കസ്റ്റമേഴ്സിന് ലോൺ കൊടുക്കുമ്പോഴായിരിക്കും.
അങ്ങനെയുള്ള ഒരു കേസിൽ ബാങ്കുകൾ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോൺ കൂട്ടും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോൺ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിലേക്ക് എത്തുന്ന മണി സപ്ലൈ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞാൽ ബാങ്കുകൾ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലോൺ കൂട്ടും, RBIക്ക് കൊടുക്കുന്ന ലോൺ കുറയ്ക്കും. അതിനർത്ഥം കസ്റ്റമേഴ്സിന് ലോൺ കിട്ടുമ്പോൾ അത് നേരെ നമ്മുടെ എക്കോണമിയിലേക്ക് എത്തും ആൻഡ് എക്കോണമിയിലെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും. സോ ഇത്രയും നേരം നമ്മൾ പഠിച്ചെന്നുള്ള കീ ടേക്ക് അവേ പോയിന്റ്സ് എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിവേഴ്സ് റിപ്പോ റേറ്റ്, സോ റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ എക്കോണമിയിലേക്ക് എത്തുന്ന മണി സപ്ലൈ കുറയും, റെഡ്യൂസ് ചെയ്യും. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ റിവേഴ്സ് റിപ്പോ റേറ്റ്, സോ റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ, റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിലേക്ക് എത്തുന്ന മണി സപ്ലൈ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമ്മുടെ ടേക്ക് അവേ പോയിന്റ്സ്. എങ്ങനെയാണ് SDF സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റും ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റും നമ്മുടെ എക്കോണമിയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്? സോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, SDF റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മണി സപ്ലൈ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആൻഡ് SDF റേറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മണി സപ്ലൈ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടൂൾസ് ആണ്, റിപ്പോയും റിവേഴ്സ് റിപ്പോയും. സോ റിപ്പോ എന്ന് പറയുന്നത് എന്താണ്? സോ റിപ്പോ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഒരു ബാങ്ക് ഉണ്ട്, സോ ബാങ്ക്, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ റിപ്പോ സിസ്റ്റത്തിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? ബാങ്കിന് ക്യാഷിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. സോ ബാങ്കിന് ക്യാഷിൻ്റെ ഷോർട്ടേജ് ഉണ്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും ആൻഡ് ബാങ്കുകൾ എന്ത് ചെയ്യും? RBIക്ക് കൊളാറ്ററൽ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഈ ലോണിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. സോ റിപ്പോ സിസ്റ്റത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബാങ്കിന് ലോൺ കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന ലോണിൻ്റെ മുകളിൽ RBI ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ റിവേഴ്സ് റിപ്പോ സിസ്റ്റത്തിനകത്ത് ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ലോൺ കൊടുക്കുന്നത്. മറ്റ് ബാങ്കുകളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നത്? ലോൺ കൊടുക്കുന്നത്. ഇങ്ങനെ വാങ്ങുന്ന ലോണിൻ്റെ മുകളിൽ RBI കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ റിവേഴ്സ് റിപ്പോ സിസ്റ്റത്തിനെ നമ്മുടെ RBI എന്ത് ചെയ്തു? SDF അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി സിസ്റ്റം കൊണ്ട് റീപ്ലേസ് ചെയ്തിരുന്നു. ആൻഡ് കറൻ്റ്ലി രണ്ട് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ SDF സിസ്റ്റത്തിലാണ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ കിട്ടുന്നത്. ആൻഡ് അത് SDF സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? RBI യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ എക്സാം പെർസ്പെക്റ്റീവിലുള്ള കീ ടേക്ക് അവേ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ് റിപ്പോ, എന്താണ് റിവേഴ്സ് റിപ്പോ, റിപ്പോ റേറ്റ് കൂട്ടിയാൽ മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കും, റിപ്പോ റേറ്റ് കുറച്ചാൽ മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കും, ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെങ്കിൽ SDF റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കും, അതുപോലെ തന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ മണി സപ്ലൈക്ക് എന്ത് സംഭവിക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എക്സാം പെർസ്പെക്റ്റീവിൽ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഇന്ന് നമ്മൾ റിപ്പോയും റിവേഴ്സ് റിപ്പോയും കംപ്ലീറ്റ് ചെയ്തു. ബാക്കിയുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.